കുഴിമന്തി ഉണ്ടാക്കാൻ പോവാ. ഇപ്പൊ നമ്മള് കുഴിമന്തി കഴിച്ച് വേറെ ലെവലും. ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യൂ ഗൈസ്. ഹായ് ഹലോ ഡിയേഴ്സ്, എൻ്റെ മോൻ്റെ പൊലിവ് കണ്ടോ നിങ്ങൾ? ഈ വൈബിൽ നമുക്കൊരു കുഴിമന്തി ഉണ്ടാക്കിയാലോ? കുഴിമന്തി ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു കുഴിമന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പല്ലേ ഒന്ന് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കുഴിമന്തിയിലോട്ട് കിടക്കാം. കുഴിമന്തി ഇത് സാധാ കുഴിമന്തിയാണ്, ഇത് സ്പെഷ്യൽ കുഴിമന്തിയാണ്. ഇതെന്തായാലും നിങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട കുഴിമന്തിയാണ്. ഇത് അൽഫാം കുഴിമന്തി അല്ല കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് ഫസ്റ്റ് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതുമാത്രമല്ല, ഞാനിത് 1 കിലോ റെസിപ്പി അല്ല, ഒരു 3 കിലോ റെസിപ്പി, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എന്താ വെച്ചാൽ ഇതിൽ അത്യാവശ്യം സംഭവങ്ങൾ ഇടുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ടത് നമുക്ക് മനസ്സിലാവും. ഇതിന് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് മാത്രമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വൃത്തിയായി കഴുകിയ ശേഷം ഒരു വലിയ ബൗളിൽ ചിക്കൻ നിരത്തിയ ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീർ ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ ചിക്കൻ ക്യൂബ് ഒരു എത്രയാണെങ്കിലും കുഴപ്പമില്ല, ഒരു 4-5 ചിക്കൻ ക്യൂബ് വേണമെങ്കിൽ നമുക്ക് പറ്റും. അതെന്താ വെച്ചാൽ നമ്മൾക്ക് അതിന് ശേഷം ചിക്കൻ ക്യൂബ് ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിയാൽ മതി. അതാണ് ആവശ്യമുള്ളൂ. പക്ഷേ എത്രത്തോളം ചിക്കൻ ക്യൂബ് ഇടാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൊടുക്കും. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുഴിമന്തി മസാല ഉണ്ട്. അത് നമുക്ക് അവൈലബിൾ ആണ്, എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ സ്പെഷ്യലായിട്ടൊരു കുഴിമന്തി മസാല ഞാൻ ഇടുന്നുണ്ട്, നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അത് കുറച്ച് പൊടിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യമുള്ള കുഴിമന്തിക്ക് നമുക്ക് ഉണ്ടാക്കുമ്പോൾ വേഗം വേഗം എടുത്തിടാവുന്നേ ഉള്ളൂ. ആ കുഴിമന്തി മസാലയിലെ പൗഡറും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഈ സൺഫ്ലവർ ഓയിൽ എന്താ വെച്ചാൽ 1 കിലോ ചിക്കന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നമ്മൾ ഒഴിച്ച് നോക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ എണ്ണ ഇങ്ങനെ കുറച്ച് തെളിഞ്ഞ് നിൽക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിറയെ എണ്ണ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്തായാലും. അത് നിങ്ങൾ മിക്സ് ചെയ്ത ശേഷം നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊരു 6 hours ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് കുഴിമന്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് 1-2 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അത് നമ്മളതെടുത്തിട്ട് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് പറഞ്ഞാൽ നമുക്ക് വേഗം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ മിക്സിൽ ഒരു സംഭവം കൂടിയിട്ട് നമുക്ക് ആഡ് ആക്കണം കേട്ടോ. അത് നമ്മൾ മറന്നു പോകരുതേ. കാരണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളതിൽ ആഡ് ആക്കണം. അത് നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു മണമാണ്, നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാപ്സിക്കം. അത് എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കരുത്. അത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം. അത് എത്ര അവേഴ്സ് ആണെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. അത് എത്രത്തോളം സമയം നമുക്ക് വെക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടും. ഒരു 10 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 2.5 കിലോ അരിൻ്റെ റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് 1 കിലോയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ കാണുന്ന റെസിപ്പി സിമ്പിളായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ഒരേ അളവിൽ ഒരു 4 ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളക് ഒരു 4-5 വീതം ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത ശേഷം 1 കിലോ അരിക്ക് ഒരു 2 സവാളയൊക്കെ മതി. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. സവാള അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇടുക. അതിൽ കുറച്ച് ക്യാപ്സിക്കം വരുന്നതും, എത്രത്തോളം ക്യാപ്സിക്കം ആണെങ്കിലും അത്രയും ടേസ്റ്റാണ്. അതുകൊണ്ട് ക്യാപ്സിക്കം എപ്പോഴും അതിന് സ്കിപ്പാവാത്തൊരു സാധനമാണ്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ കൂട്ട് നമുക്കിതിലേക്ക് തയ്യാറാക്കാം.
തക്കാളി ഒരു കിലോ അരിക്ക് ഒരു 3 തക്കാളിയോ 2 തക്കാളിയോ മതി. പച്ചമുളക് ഒരു 5 എണ്ണം വെച്ചിട്ട്, ഇതിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് 5 തക്കാളിയും 8-10 പച്ചമുളകും എടുത്ത് അരച്ച് വയ്ക്കുന്നുണ്ട്. ഈ വഴണ്ടി വന്നതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാഗി ക്യൂബ് വേണം. അത് 1-2 അല്ല, ഒരു 5 വരെ നമുക്ക് ഇടാം. കാരണം അതിന് ശേഷം നമ്മൾ മാത്രമേ ഉപ്പ് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഉപ്പ് നോക്കി അത്രയും മാഗി ക്യൂബ് എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയും പച്ചമുളകിൻ്റെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഒഴിക്കണേ ഇതിൻ്റെ കാര്യം പറയാൻ മറന്നു കേട്ടോ. 1 മണിക്കൂർ മുമ്പ് നമ്മൾ അരി എന്തായാലും വെള്ളത്തിലിടണം. ഈ വെള്ളത്തിലിടുന്നതിന് മുമ്പ് എത്ര അരിയാണോ അതിൻ്റെ 1.5 കപ്പ്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിൽ വെള്ളം നമ്മൾ മാറ്റി വയ്ക്കാം. എന്നിട്ട് അരി കുതിരാൻ 1 മണിക്കൂർ ഇടുക. അതിന് ശേഷമാണ് നമ്മളിത് എടുക്കാൻ മതി. ഇത് ഞാൻ പ്രത്യേകം പറയാൻ മറന്നതാണ്, എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ കൂട്ടിലേക്ക് നമുക്ക് മന്തി മസാല, നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മന്തി മസാല ഉണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ വെള്ളം മാറ്റി വെച്ച വെള്ളം 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായി തിളയ്ക്കാൻ വയ്ക്കുക. വഴഞ്ഞു വന്ന മസാലയിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളം, 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി തിളയ്ക്കാൻ വെക്കുക. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇതിലൊരു സ്പെഷ്യലായിട്ട് നമ്മളൊരു ചെറിയൊരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊന്ന് ചുരണ്ടിയിട്ട് ഇതിലിട്ട ഒരു നല്ല ഫ്ലേവറാണ്. അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഒരു പ്രത്യേക തരം മണം അതിലുണ്ടാവും കേട്ടോ. ശേഷം ആവശ്യത്തിലധികം മല്ലിയില നമുക്ക് എത്ര വേണമെങ്കിൽ ഇടാം. മല്ലിയില എല്ലാവർക്കും അറിയാമല്ലോ, സ്പെഷ്യൽ എന്താണെന്ന് അറിയാലോ. മല്ലിയില ഇട്ടാൽ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ എല്ലാ ഭയങ്കര ടേസ്റ്റിയാണ്. അതുകൊണ്ട് എത്രത്തോളം വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇട്ട ശേഷം നന്നായിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് തിളച്ച ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് പിന്നെ നമ്മൾ മാറ്റി വെച്ച അരി കുതിർത്തത് ഇതിലേക്ക് ഇട്ടിട്ട് മൂടി വയ്ക്കാം. ചോറ് അവിടെ ആ പാനിൽ ഇരുന്നിട്ട് നന്നായി വേകട്ടെ. അപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മളെ ചിക്കനാണല്ലോ ഇതിലെ ഒരു പ്രധാന താരം. അപ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പെടുക്കുക. അതിൽ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ബിരിയാണി ചെമ്പെടുത്തത്. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലാണെന്നുണ്ടെങ്കിൽ ഏതിലാണെങ്കിൽ അടിക്കട്ടിയുള്ള പാത്രം ആവണം തന്നെ ഉള്ളൂ. അതിലോട്ട് നമ്മൾ ചിക്കൻ നിരത്തി വയ്ക്കുക. എന്നിട്ടൊരു 2 നാരങ്ങ നീര് അതിലേക്ക് ചേർത്തിയ ശേഷം നന്നായിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കുക. ചെറു തീയിൽ തന്നെ അടച്ച് വയ്ക്കുക. അതിനുശേഷം എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്ന് നോക്കിയാൽ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ബാക്കിൽ നന്നായിട്ട് അടിയിൽ വെള്ളം ഉണ്ടാവും. അങ്ങനെ അടിയിൽ നന്നായിട്ട് വെള്ളം തെളിഞ്ഞ് വന്നാൽ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ഇളക്കിയതിന് ശേഷം നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള മന്തി മസാല കുറച്ച് അത്യാവശ്യം ഒരു 2 സ്പൂണോളം നമുക്കതിന് മുകളിലിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മളുടെ ബിരിയാണി കുഴിമന്തിൻ്റെ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ റൈസ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട ശേഷം ചിക്കനിലേക്ക് ആ മന്തി റൈസ് ഫുള്ളായിട്ട് ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ചാർക്കോൾ ഇടുക. ചാർക്കോൾ ഇട്ടിട്ട് അതിന് ചുറ്റും നമ്മൾ ഈ മന്തി റൈസിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് മുളക്, നല്ല നീളം മുളകാണെങ്കിൽ അത്രയും നന്നായിരിക്കും. അതങ്ങനെ കുത്തി വെച്ചിട്ട് ഈ നമ്മൾ ചാർക്കോളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ബിരിയാണി ചെമ്പ് നല്ല എയർ പോവാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വയ്ക്കുക. മൂടി അടച്ച ശേഷം അതിൻ്റെ മുകളിൽ
നല്ല ദമ്മിടുക. ഒന്നുമില്ലെങ്കിൽ കരി അടുപ്പിൽ നിന്ന് തീ കുറച്ച് കോരിയിടാം. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഗ്യാസിലൊക്കെ വെക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ല കനമായിട്ട് ചട്ടിയിൽ വെള്ളമൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ചെറു തീയിൽ വെച്ച ശേഷം നമുക്ക് അത് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ദമ്മ് പൊട്ടിച്ചാൽ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഈ ഗ്യാസിൽ തന്നെ വെച്ചാൽ, ദമ്മിൽ വെച്ചാൽ അതിൻ്റെ അടി നന്നായിട്ട് കൂടുതൽ വെന്ത് ഉടയോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞ് ദമ്മിലിട്ടാൽ കറക്റ്റായിരിക്കും. അതിൻ്റെ എല്ലാ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. കൂടുതൽ വെള്ളം കൂടുകയോ ഉടഞ്ഞു പോകുകയോ ഒന്നും ചെയ്യൂല. അടിപൊളി കുഴിമന്തിയാണ്. മസ്റ്റ് ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇത് അതുമാത്രമല്ല, ആ ദമ്മ് പൊട്ടിച്ച ശേഷം നമ്മൾ അതിൻ്റെ അടിയിലുള്ള ചിക്കനും ആ കുഴിമന്തി റൈസും കൂടിയിട്ടുള്ള ആ ഒരു ഫ്ലേവർ നമ്മൾ അടിയിൽ നന്നായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കണം. നല്ല രീതിയിൽ ഇളക്കിയ ശേഷം അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ നല്ല രീതിയിൽ പിടിച്ച ശേഷമാണ് നമ്മൾ കഴിക്കാൻ എടുക്കേണ്ടത്. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും അതെനിക്ക് നല്ല ഓർഡർ കിട്ടുന്ന ഒരു കുഴിമന്തി കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കുഴിമന്തി. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.